ഡോക്ടർ പി കെ ഗോപൻ സനാതനധർമ്മം ചർച്ച ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു. ഒപ്പം അദ്ദേഹം ഇന്ന് മന്നത്ത് പത്മനാഭൻ എങ്ങനെയാണ് സാമുദായിക നേതാവായി പരിഷ്കർത്താവായി ജനമനസ്സുകളിൽ ഇടം പിടിച്ചത് എന്നതും അദ്ദേഹം ഇന്ന് വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് കേരളത്തെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്? ഒരു കാര്യമാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. കാരണം ആധുനിക സാങ്കേതികവിദ്യ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെ തൃണവൽഗണിച്ച് വീണ്ടും പുനരുത്ഥാന മൂല്യങ്ങളിലേക്ക് സമൂഹത്തെ ആനയിക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ദൗത്യത്തിൽപ്പെടുന്ന കാര്യമാണ്. പുരോഗമനമാവുക എന്ന് പറഞ്ഞാൽ സമൂഹത്തെ മുമ്പോട്ട് നയിക്കുക എന്ന് തന്നെയാണ്, പുരോഗമിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേരളീയരെ സംബന്ധിച്ച് നവോത്ഥാന മൂല്യങ്ങളുടെ അടിത്തറയിലാണ് ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്നത്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സംഭാവന, ചട്ടമ്പി സ്വാമികളുടെ സംഭാവന, അയ്യൻകാളിയുടെ സംഭാവന, അങ്ങനെ ധാരാളം പേരുടെ, അതുപോലെ ഇസ്ലാം ക്രൈസ്തവ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ, ദേശീയ പ്രസ്ഥാനങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ലോകത്തെത്തപ്പെട്ടത്. അപ്പോൾ ഒരു ആശ്രമ ജീവിതം നയിക്കുന്ന മനുഷ്യൻ ശ്രീനാരായണീയ ദർശനങ്ങൾ പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട ഒരാശയം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. പുതിയ കാലത്ത് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു നിലപാട് അവതരിപ്പിക്കുന്നു. അതിനെ പിന്തുടർന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു സന്യാസ ശ്രേഷ്ഠനെ, അല്ലെങ്കിൽ കേരളീയ നവോത്ഥാന ശില്പികളിൽ പ്രമുഖനായ ഒരാളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പരിശ്രമിച്ചപ്പോൾ കേരളത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പറയേണ്ട വേദിയിൽ വെച്ച് തിരുത്തുന്നു. സംവാദത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് ശിവഗിരി തീർത്ഥാടനം എന്നുള്ളത്. അവിടെ വെച്ച് അദ്ദേഹം തിരുത്താൻ പരിശ്രമിക്കുന്നു. അതിൻ്റെ മറുപടിയായിട്ടാണ് സച്ചിദാനന്ദ സ്വാമികൾക്കും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പറഞ്ഞ ആശയത്തെ ചെറുത്തുകൊണ്ടാണ് ബഹുമാന്യനായ സുകുമാരൻ നായർ NSSൻ്റേതായി ഒരഭിപ്രായം പറഞ്ഞത്. അതാണ് ശ്രീ MV ഗോവിന്ദൻ മാഷ് ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞത്. ആചാരലംഘനത്തിലൂടെയാണ് സമൂഹം വളർന്നു വന്നത്. ആചാരലംഘനം നടത്തിയതാണ് മന്നത്ത് പത്മനാഭൻ്റെ പ്രസക്തി. അത് അദ്ദേഹം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു കേവലം നായരായി അദ്ദേഹം ചുരുങ്ങുമായിരുന്നു. ഇതല്ലേ കൃത്യമായ നിലപാട്? ആ നിലപാടാണ് MV ഗോവിന്ദൻ മാഷ് ഉയർത്തിപ്പിടിച്ചത്. ഡോക്ടർ പി കെ ഗോപൻ, ഈ സനാതനധർമ്മം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടം കൂടി എത്തിയിട്ടുണ്ട്. അത് ശിവഗിരിയിൽ കേട്ട പ്രസംഗങ്ങൾക്ക് ശേഷവും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. സനാതനധർമ്മത്തിൻ്റെ വക്താവായ ശ്രീനാരായണ ഗുരു എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടുകൂടി ആണല്ലോ ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ ഈ മന്നത്ത് പത്മനാഭൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് വിശദീകരിച്ചത്. അത് എങ്ങനെയാണ് ഇപ്പോൾ CPM പറയുക? അല്ല, CPMൻ്റെ ഒരു അടിത്തറ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് പറയാൻ CPM ബാധ്യതപ്പെട്ട പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് CPM ആയിട്ട് അത് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത്. ശ്രീനാരായണീയ പ്രസ്ഥാനം ഉയർത്തിവിട്ട, നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിവിട്ട ആശയത്തിലെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ജാതി നിർമ്മാർജ്ജനം. അതുപോലെ ശ്രീനാരായണീയൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അന്ധവിശ്വാസത്തെ എതിർത്തു. അപ്പോൾ ഇത് ഭൗതിക യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ഒരു ആത്മീയ ഗുരുവര്യനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം നല്ല ദൈവവിശ്വാസിയാണ്, വിഗ്രഹവിശ്വാസി അല്ലെന്നേ ഉള്ളൂ, നല്ല ദൈവവിശ്വാസിയാണ്. ഭാരതത്തിൻ്റെ ദൈവവിശ്വാസ പാരമ്പര്യത്തിൽ പലതിനെയും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹം അതിനെ ലംഘിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശങ്കരാചാര്യൻ ഉൾപ്പെടെ അദ്ദേഹം ലംഘിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഉണർത്തിവിട്ട ആശയങ്ങളെ ഭൗതിക യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കേരളത്തിൽ പരിശ്രമിച്ച പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ദേശീയ പ്രസ്ഥാനവും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പിൽക്കാലത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, നിങ്ങളെല്ലാവരും ഇപ്പോൾ അത് ഓർക്കുന്ന നല്ലതായിരിക്കും, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ആചാര ലംഘനത്തിനെതിരെ നിയമം കൊണ്ടുവരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കേളപ്പജി അവർ നിഷേധിച്ചു,
അവർ കേശവമേനോനെ നിഷേധിച്ചു, അവർ ഗാന്ധിജിയെ നിഷേധിച്ചു, അവർ കോൺഗ്രസിൻ്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നിഷേധിച്ചു. എല്ലാ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരും ആചാരലംഘനത്തിലൂടെയാണ് ദേശീയ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് മാത്രം അങ്ങനെ ഒരു ആശയം അവർ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. അത് പോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അതല്ല. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇങ്ങനെ ഒരു ഭൗതിക യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ഗവൺമെൻറ്റുകളിലൂടെയും സമരങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശ്രമിച്ചതിൻ്റെ ഭാഗമാണ്. ജാതി ബോധം നിലനിൽക്കുന്നുണ്ട് ആളുകളിൽ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അതാണല്ലോ ഈ ചർച്ചയൊക്കെ. പക്ഷേ ജാതി സംസ്കാരം ഇല്ലാതായി. ആ ജാതി സംസ്കാരം ഇല്ലാത്തതിനൊരു കാരണം ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ ബില്ലും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് മാറാൻ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി ഈ മൂല്യങ്ങൾ നിലനിൽക്കട്ടെ, സനാതനധർമ്മം നിലനിൽക്കട്ടെ, ചാതുർവർണ്ണ്യം നിലനിൽക്കട്ടെ, അമ്പലങ്ങളിൽ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല, മതപരമായ ആചാരങ്ങളെല്ലാം അതുപോലെ പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് പുതിയ കാലത്തെ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ എന്താണോ അദ്ദേഹത്തിന് ചെയ്യേണ്ടുന്നത് അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണോ മന്നത്ത് പത്മനാഭന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ ജീവിച്ചിരുന്ന കാലത്ത് എന്തൊക്കെ പറയാൻ പറ്റുമോ അവരതിനെ ലംഘിച്ചു. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മഹാഭൂരിപക്ഷത്തിന് പ്രവേശനമില്ലാതിരുന്ന ഘട്ടത്തിൽ അതൊരാചാരമായിരുന്നു. ആ ആചാരം ലംഘിച്ചില്ലായിരുന്നെങ്കിൽ ബഹുമാന്യനായ സുകുമാരൻ നായർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പറ്റുമോ? ഒരാചാര ലംഘനം നടന്നില്ലെങ്കിൽ നല്ല ഭക്തനായിട്ടുള്ള ശ്രീ സുകുമാരൻ നായർക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കയറി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാൻ കഴിയാൻ അവസരം ഉണ്ടാക്കിയത് ആചാരലംഘനമാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ നിലപാടിപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത്. യെസ്.